മലയാളി താരം സഞ്ജു സാംസനെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയതിൽ അവകാശവാദവുമായി ബി ജെ പി കേരള ഘടകം സംഘടനാ ജനറൽ സെക്രട്ടറി സുഭാഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് വിചിത്രവാദം. ബി മീഡിയ പാനലിസ്റ്റ് അംഗം ജോമോൻ ചക്കാലക്കലാണ് ഫേസ്ബുക്കിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്ത് നേതൃത്വം ഇടപെട്ടതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. സുനീഷ് അയലൂർ വിശദാംശങ്ങളുമായി. ബി ഓരോ സംസ്ഥാനത്തിലും പ്രാതിനിധ്യം കൊടുത്തു. അങ്ങനെ സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ ഇടം തേടിയെന്നാണോ അവകാശവാദം? സുഭാഷ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. നികേഷ്, ഏതായാലും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. മലയാളികളുടെ കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിൽ എടുത്തതിൽ അവകാശവാദം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ BJP മീഡിയ പാനലിസ്റ്റ് ആയിട്ടുള്ള ജോമോൻ ചക്കാലക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അതായത് സുഭാഷിന്റെ നേതൃത്വത്തിൽ, സുഭാഷിന്റെ ഇടപെടൽ കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എത്തിയത് എന്നാണ് ഇതിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഈ ഭാരവാഹികളുടെ ഈ സുഭാഷിന്റെ നേതൃത്വത്തിൽ, അധ്യക്ഷതയിൽ ഈ ഭാരവാഹികളുടെ ഒരു യോഗം വെച്ചിരുന്നു. ഈ യോഗത്തിൽ ജോമോൻ ചക്കാലക്കൽ ഒരു വിഷയമായി സഞ്ജു സാംസൺ അർഹതയുണ്ടായിട്ട് പോലും പലപ്പോഴും തഴയപ്പെടുന്നു എന്ന കാരണം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സുഭാഷ് ഇത് എടുത്ത് നോട്ട് ചെയ്യുകയും പിന്നാലെ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും, തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിന് അമിത്ഷായും ഒപ്പം തന്നെ മോദിയുമായും ഒക്കെ അടുത്ത ബന്ധമുള്ളയാളാണ്. ഇങ്ങനെ സുഭാഷിന്റെ ഇടപെടൽ കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു വിചിത്രവാദമാണ് ഫേസ്ബുക്ക് കുറിപ്പായി ഈ ജോമോൻ ചക്കാലക്കൽ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നത്. ഏതായാലും ഈ പോസ്റ്റിനെതിരെ വ്യാപകമായ വിമർശനവും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കളിയാക്കലുകളും ഒക്കെ, ട്രോളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് BJP നേതൃത്വം തന്നെ ഇടപെട്ടിരിക്കുന്നത്. അതോടുകൂടി ഏതായാലും ഫേസ്ബുക്കിൽ നിന്നും ഈ പോസ്റ്റ് നിലവിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നികേഷ്, സുനീഷ് അയലൂരാണ് വിശദാംശങ്ങൾ നൽകുന്നത്.